ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവിൽ മിച്ചർ. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ട്, അതായത് 1 ടേബിൾ സ്പൂണിനേക്കാളും താഴെ ഓയിൽ ഒഴിച്ച് നമുക്ക് എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിൽ മിച്ചർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മിച്ചർ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് വളരെ നൈസായിട്ടുള്ള അവിലുണ്ടല്ലോ, വെള്ള അവിൽ, കനം കുറഞ്ഞ അവിലാണ് വേണ്ടത്. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു അവിലിങ്ങനെ പിടിച്ച് ഒടിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും. ആ ഒരു സമയം വരെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് കണ്ടത് ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ആ ചൂടുകൊണ്ട് തന്നെ. ഞാനിവിടെ വേറൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. എന്തെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ വെളിച്ചെണ്ണനേക്കാളും. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വറുത്ത് തൊലി കളഞ്ഞ നിലക്കടലയാണ്. തൊലി ഉള്ള നിലക്കടല ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. ആ ഒരു സമയം വരെ വറുത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് വറുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തന്നെ പൊട്ടുകടല ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സറിലും അതുപോലെ തന്നെ ചട്നിക്കൊക്കെ അരക്കൂലേ, ആ ഒരു കടലയാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ഉണക്കമുളക് ഒന്ന് ചെറുതായി മുറിച്ചെടുത്തത്, കുറച്ച് റൈസിൻസും കൂടെ ചേർക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എരിവും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ, ആ ഒരു സമയത്ത് 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചച്ചുവന്ന് മാറിക്കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അവിലതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കണില്ല, അധികം എരിവും ഇഷ്ടമല്ല കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും അവോയ്ഡ് ചെയ്യാം. മുളക് പൊടി മാത്രം ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇത് പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ അവിൽ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിൽ മിച്ചറാണ്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒട്ടും ക്രിസ്പിനെസ് ഒന്നും പോകില്ല. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക, കമൻസിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി, നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.